ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ ഹരിയാനക്കാരി മനു ഭാക്കറിന് വെങ്കല മെഡൽ ലഭിച്ചതിൽ ഇന്ത്യ ആഘോഷിക്കുകയാണ്. ഇതേ വെങ്കല മെഡൽ ആദ്യമായി റെസ്ലിംഗിൽ നേടിയ സാക്ഷി മാലിക് ഡൽഹിയുടെ തെരുവിൽ 40 ദിവസം കിടന്ന് സമരം ചെയ്തത്, ജന്തർ മന്ദറിലിട്ട് ഡൽഹി പോലീസ് അവരെ വലിച്ചിഴച്ചത്, ഒടുക്കം ഗതിയില്ലാതെ റെസ്ലിംഗ് വിടുകയാണെന്ന് അവർക്ക് പറയേണ്ടി വന്നതൊന്നും ഇന്ത്യക്കാർ മറന്നുകൂടാത്തതാണ്. ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാൻ തക്ക നേട്ടമുണ്ടാകുമ്പോൾ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ ഭീമാകാരമായ ചിത്രം ഒട്ടിച്ചു വെച്ചും സ്റ്റോറി ഇട്ടും പോസ്റ്റ് ഇട്ടും അഭിനന്ദനം അറിയിച്ചും എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോൾ പൂമാലയിട്ട് സ്വീകരിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. 2016 ആദ്യ വെങ്കല മെഡൽ നേടിയ സാക്ഷി മാലിക് എന്ന ഒളിമ്പിക്സ് ജേതാവ് 2023 ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ ഇന്ത്യയാണ് അവിടെ പരാജയപ്പെടുന്നത്. PT ഉഷയെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷന്റെ അധ്യക്ഷയാക്കിയിട്ടോ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പരസ്യം ചെയ്തിട്ടോ ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാകില്ല. റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാനായ BJPയുടെ 6 തവണ MP ആയ ബ്രിജ് ഭൂഷൺ സിംഗ് വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന പരാതികളും ആരോപണങ്ങളും നിരന്തരം വന്നിട്ടും സർക്കാരോ റെസ്ലിംഗ് ഫെഡറേഷനോ മാസങ്ങളോളം അനക്കമില്ലാതെ ഇരുന്നു. ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ബ്രിജ് ഭൂഷന്റെ വിഷയത്തിൽ മൗനം പാലിക്കുകയുണ്ടായി. ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിനേഷ് ഫോഗാട്ട്, സാക്ഷി മാലിക്, ബജ്രംഗ് പുനിയ ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങളെ ഡൽഹി പോലീസ് ബലം പ്രയോഗിച്ചും വലിച്ചിഴച്ചുമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റി വരെ ഗുസ്തി താരങ്ങളെ ഇന്ത്യൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ട് അപലപിക്കുകയുണ്ടായി. ബ്രിജ് ഭൂഷൺ പദവി ഒഴിയേണ്ട സാഹചര്യം വന്നപ്പോൾ അതേ പദവിയിലേക്ക് ബ്രിജ് ഭൂഷണ് ഏറ്റവും അടുപ്പമുള്ള സഞ്ജയ് സിംഗിനെ കൊണ്ടുവരികയുണ്ടായി. ഇന്ത്യയുടെ ഒളിമ്പിക്സ് താരങ്ങളെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. തുടക്കത്തിൽ ഇന്ത്യയുടെ അഭിമാനമാകും, ചിത്രങ്ങളിലെ മുഴുനീള ചിത്രമാകും, പൂമാല വരും, കൈകൊട്ടും. ഒടുക്കം ഏറ്റവും ഗൗരവമായ ഒരു കുറ്റത്തിൽ അവർ രാജ്യത്തിന് മുൻപിൽ പരാതിയുമായി വരുമ്പോൾ നിങ്ങൾ അവരെ ഒറ്റിക്കൊടുക്കും. വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 128ാം സ്ഥാനത്താണ്. സ്ത്രീകളെന്ന് പറയുമ്പോൾ അങ്ങ് താഴേക്കിടയിൽ നിന്ന് ഏറ്റവും മുകളിലുള്ള ഒളിമ്പിക്സ് ഷൂട്ടേഴ്സും റെസ്ലേഴ്സും ഒക്കെ വരുമെന്ന് ഇന്ത്യ കാണിച്ചു തരികയാണ്.